നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ്. ഞാൻ ഇതേ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്രിസ്മസിന് ആപ്റ്റായിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിലോ, ഇപ്പോൾ ക്രിസ്മസിൻ്റെ റെഡ് വൈറ്റും മാത്രമല്ല വേറെ കളർ നമ്മൾ പല ഒക്കേഷൻസ് പള്ളിയിൽ പോകാനോ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഗാദറിങ്ങിനും എല്ലാം കുത്തിനെടുക്കുമല്ലോ. അപ്പം ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏത് സാരി എടുത്താലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, അത് വേറെ സാധനങ്ങൾ തയ്ക്കാം, കുർത്തി തയ്ക്കാം, ചുരിദാർ സെറ്റ് തയ്ക്കാം, അല്ലെങ്കിൽ നമുക്കത് ഏറ്റവും കൂടുതൽ പറയുന്ന പട്ടുപാവാട. ഇത് പട്ടുപാവാട തയ്ക്കാൻ പറ്റത്തില്ല, കാരണം ഇത് പട്ടല്ല, നെറ്റാണേ. നെറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ട്രാൻസ്ഫർ ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യം പറയട്ടെ. ഇത് കണ്ടോ, ഇങ്ങനെ ഇതാ കട്ട് വർക്ക് പോലത്തെ നെറ്റ് ഉണ്ടല്ലോ. ഇങ്ങനെ കരോള് ബാൻഡ് മേളം കേൾക്കുമ്പോൾ ഈ ക്രിസ്മസ് ഒക്കെ വരുന്നത് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ സന്തോഷമല്ലേ. ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി ശാന്തിദൂർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് 22, 23 തീയതിയിൽ കേട്ടോ. വേറെ പറയുന്നതൊന്ന് എന്നെ ചെന്ന് നിൽക്കുന്ന വേറെ. അപ്പം ഇപ്പം അവിടെ നിന്നാണ്ടേ ബാൻഡ് മേളം കേൾക്കുന്നു. അത് കേട്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. ശാന്തിദൂർ എന്ന് പറഞ്ഞാൽ വലിയ പരിപാടി കേട്ടോ. കാഞ്ഞിരപ്പള്ളിയിലെ CYMAക്കാരെയോ എന്തോ YMCAക്കാരെയോ അല്ല YMC അവരെല്ലാം എന്നെ തല്ലിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തിനുണ്ട് ഞാൻ പറയാൻ വന്ന. അപ്പം സ്കേർട്ട്, പിള്ളേർക്ക് ഫ്രോക്ക് അങ്ങനെയൊക്കെ തയ്ക്കാം, സാരി ആയിട്ട് കൊടുക്കാം. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്നാൽ സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള ഒരു സാരിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഒരു കാര്യം എന്ന് പറഞ്ഞില്ലേ, അത് പറയട്ടെ. വർത്താനം പറയുന്ന ഇഷ്ടമില്ലാത്തൊരു സ്കിപ്പ് ചെയ്യണം കേട്ടോ. സ്കിപ്പ് ചെയ്ത് പോകുമ്പോളെ ഇന്നുണ്ടല്ലോ, എനിക്ക് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഭയങ്കര നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ. എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നൊരു കസ്റ്റമർ വന്നു എൻ്റെ ഷോപ്പിലെ. കാഞ്ഞിരപ്പള്ളിയിലാണ് വന്നത് കൊല്ലത്തു നിന്നാണ്. അവർ US-ലാണ്. US-ൽ നിന്ന് നാട്ടിൽ വന്നു. 3 ആഴ്ചത്തെ ലീവിന് നാട്ടിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നു, എൻ്റെ കടയിൽ വന്നു. തിരുവല്ലയും കഴിഞ്ഞ്, കൊല്ലം കഴിഞ്ഞ്, തിരുവല്ലയും കഴിഞ്ഞ് കാഞ്ഞിരപ്പള്ളിയിൽ വന്നിരിക്കുന്നു. എന്തോ ഒരു എനിക്കറിയത്തില്ല. ഞാൻ മോളെ ആയിട്ട് ഒരു ആൻറ്റി വന്നിരിക്കുക, ഹസ്ബൻഡ് മോളെയൊക്കെ ആയിട്ട്. ഹസ്ബൻഡിനൊക്കെ നല്ല വയ്യായി, യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിതനാണെന്നാലും ഇവിടെ വരെ വന്ന് US-ലിരുന്ന് രാവിലെ തൊട്ട് എൻ്റെ വീഡിയോ കാണും. എന്നിട്ട് വന്ന് കുറേ പർച്ചേസ് എല്ലാം നടത്തി എന്നെ കാണണമെന്ന് പറഞ്ഞ് ദൈവാധീനത്തിന് എനിക്കും കാണാൻ പറ്റി. ഞാനല്ലെങ്കിൽ മിക്ക സമയത്ത് ഇവിടെ ഇല്ലാത്ത ഒരാളാണ്, എപ്പോഴും ഒന്നും കാണത്തില്ല ഷോപ്പിലെ. അത് ഭയങ്കര ഒരു അനുഭവമായിപ്പോയി എനിക്ക്. ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരും. ഞാൻ പക്ഷേ ഈ പറഞ്ഞു കേൾക്കലേ ഉള്ളൂ. എന്നെ കാണാനായിട്ട് വന്നു, ഞാൻ ഉണ്ടാവില്ല, അവർ വന്നായിരുന്നു സ്റ്റാഫ് പറയും. പക്ഷെ ഇന്ന് ഞാൻ അനുഭവിച്ചു. എനിക്ക് ഞാൻ എന്താ പറയുന്നത്, ഭയങ്കര ഗ്രേസി ജോൺ എന്നാണ് ആൻറ്റിയുടെ പേര്. എന്താ പറയുക, ഒത്തിരി സന്തോഷം, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം. പിന്നെ എൻ്റെ ലളിതാമ്മ എത്രയോ എൻ്റെ ഓൺലൈനുള്ള കാലം തൊട്ടുള്ള ഒരു കസ്റ്റമർ. ഓൺലൈൻ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ ലളിതാമ്മയെ അറിയാം. കാരണം ലളിതാമ്മയുടെ കമൻറ്റ് നീളത്തി കിടക്കുന്നു എല്ലാവരും പറയാറുണ്ട്. എൻ്റെ അമ്മ ഉൾപ്പെടെ പറയാറുണ്ട്, ഇപ്പം ലളിതാമ്മയുടെ കമൻറ്റ് ഇല്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. ലളിതാമ്മ എന്ന് കടയിൽ വന്നാലും ഞാൻ അതിനൊരു 15 മിനിറ്റ് മുന്നേ ഞാൻ പുറത്തേക്ക് പോകും, പോയി കണിയിരിക്കും. അപ്പോഴത്തേനും ഞാൻ പറയും, ഞങ്ങൾ കാണാനുള്ള സമയമായില്ല, ദൈവം അതിനുള്ള സമയം ആക്കിയിട്ടില്ല എന്ന് പറയും. കഴിഞ്ഞ ദിവസം നിന്നപ്പോൾ ദേണ്ട കയറി വരുന്നു. എന്നിട്ട് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു, കെട്ടിപ്പിടിച്ചു, ഉമ്മ കൊടുത്തു. ഭയങ്കര ഇടപാടൊക്കെ ആയിരുന്നേ. ഇന്നത്തെ ആൻറ്റിക്ക് ഞാനൊരു ഉമ്മയൊക്കെ കൊടുത്തു. എനിക്ക് ആരെ കണ്ടാലും ഉമ്മ കൊടുത്ത പരിപാടി. അപ്പം സാരി കാണിക്കാം കേട്ടോ. ഉമ്മ കൊടുക്കാന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ, എന്നെ വേറെ അർത്ഥങ്ങളൊന്നും കാണാൻ. നല്ല സ്നേഹത്തോടെ ഞാൻ എൻ്റെ സ്റ്റാഫിനൊക്കെ ഉമ്മ കൊടുക്കും. എനിക്ക് ഉമ്മ തരും. ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മയൊക്കെ കൊടുക്കും. വഴക്ക് നല്ല കണ്ണു പൊട്ടുന്ന വഴക്കും പറയും, സ്നേഹിച്ച് ഉമ്മയും കൊടുക്കും. സ്നേഹം വരുമ്പോൾ ഉമ്മ കൊടുക്കും, ദേഷ്യം വരുമ്പോൾ പഴപ്പ് പറയും. അത്രേ ഉള്ളൂ. ദേഷ്യം വരുമ്പോൾ പിന്നെ വഴക്ക് ഉമ്മ കൊടുത്തോണ്ടിരിക്കാൻ പറ്റുമോ അല്ലേ? ഞാൻ ബുദ്ധിയ കണ്ടോ, ഇതാണ് സാരി കണ്ടോ, നെറ്റിൻ്റെ സാരിയാണ്, സീ ത്രൂ അല്ല. ഇതിപ്പം വാടാമുല്ലയുടെ ഡാർക്ക് ഷെയ്ഡ്. ഇത് മാത്രമല്ല കാണിക്കുന്ന, കുറേ ഷെയ്ഡ്സ് ഉണ്ട്. 1 മിനിറ്റിന് ഒന്ന് കട്ട് ചെയ്യണം. ഇതുണ്ടോ, ഇതാണ് സാരിയെ. എൻ്റെ ഇടയ്ക്ക് ഒരു അത്യാവശ്യം കോള് വന്നതിന് പോയതാണ്. ഇതാണ് സാരി. ഇതാണ് അതിൻ്റെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ബ്ലൗസ് ഉണ്ട്, വിത്ത് ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ഈ സ്ലബ് സിൽക്കിൻ്റെ ബ്ലൗസ് നെറ്റല്ല. അപ്പം നിങ്ങൾക്കുണ്ടല്ലോ, ഞാൻ പറയുമ്പോൾ ഒന്നും ഓർക്കരുത്, നല്ല സ്കേർട്ടൊക്കെ തയ്ച്ചിട്ടുണ്ടല്ലോ, ഇത് ക്രോപ്പ് ടോപ്പായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് ഒറ്റപ്പാടിയായിട്ട് കിട്ടിയോ. ഇതാണ് മുന്താണി, ടാസിലൊക്കെ പിടിപ്പിച്ച് നല്ല മുന്താണി കണ്ടോ.
നീ ഇവിടുന്ന് വരാൻ പറയുമ്പോഴേ ഞാൻ വരുള്ളൂ. വരണോ? നല്ല സാരി കേട്ടോ, നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ഇടാനുള്ള. വൺ പ്ലേറ്റ്സ് ഇട്ടാലും മടക്കി കൊടുക്കുന്നതിനെ കഴിഞ്ഞ് വൺ പ്ലേറ്റ്സ് ഇടുന്നതാണ് നല്ലത്. ഞങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, അത് പക്ഷെ ഞങ്ങൾ മടക്കി കൊടുത്തേക്കുന്നത്. ഇത് തന്നെ, ഈ സാരി തന്നെ കലങ്കാരിയുടെ വിത്ത് ബ്ലൗസുമായിട്ട് വരുന്നുണ്ട്, അത് ഞാൻ വേറെ കാണിക്കാതെ. ഇതിപ്പം സാരി മാത്രമേ ഉള്ളൂ. ഇതിന്റെ വിത്ത് ബ്ലൗസ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ പ്ലെയിൻ സ്ലബ് സിൽക്കാണ് കണ്ടോ. വെറും 590 അത്ര ഏതാണ്ടേ ഉള്ളൂ റേറ്റ്. അതിൻ്റെ ഇനി കളേഴ്സ് കാണിക്കാം കേട്ടോ. ഇതാ ഡാർക്ക് മെറൂൺ. ഇനി നിവൃത്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ, കാണിക്കണോ? ഒന്നുമില്ല, കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസമേ. കറക്റ്റ് കളറാണ് കിട്ടുന്നത് അല്ല. ഇത് മുമ്പേ കണ്ടത് ഡാർക്ക് വാടാമുല്ലയാണെങ്കിൽ ഇത് ലൈറ്റ് വാടാമുല്ല ഉണ്ടോ. ഞാൻ ഇങ്ങനെ കാണിക്കുന്ന ആ വർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിങ്ങനെ വെച്ചാൽ കാണോ വല്ല മനസ്സിലാവുമോ? മനസ്സിലാവും അല്ലേ? ഞാൻ ഓർക്ക് മനസ്സിലാകത്തില്ല. മനസ്സിലായി മനസ്സിലാകാതെ പറഞ്ഞാൽ മനസ്സിലാകാതെ പോകുന്നു. മനസ്സിലായി. ലാവണ്ടർ. ചിലരൊക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരിക്കും ഈ പെണ്ണ് എന്നൊക്കെ വേറെ കളറാ. ഇത് ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ്. ഇങ്ങനെ പിടിച്ചാലോ. ഇതിൽ കൂടുതൽ കറക്റ്റ് കളറ് കിട്ടാൻ പറ്റത്തില്ല, കാരണം കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ക്യാമറ വെച്ചാണ് എടുക്കുന്നത് അല്ലേ. നിങ്ങൾ എന്നെ പറഞ്ഞ് പറ്റിച്ചാണ്. ഐഫോണിന്റെ ബ്ലാക്ക് കേട്ടോ. ഇതൊക്കെ എന്നെ കാണിക്കാനല്ലേ, ബ്ലാക്കിനകത്ത് കളർ അറിയത്തില്ലാത്ത കളറൊന്നും അല്ല. ഇത് ബ്ലാക്ക് വൈറ്റ്. ഇതേ ക്രിസ്മസിന് വേണമെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ച് കുർത്തി തയ്ച്ചോ. ഞാൻ പറഞ്ഞിട്ട് അതൊക്കെ ഞാനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. കുർത്തി ഇടുന്നവർ കുർത്തി തയ്ക്കുക, ഫ്രോക്ക് ഇടുന്നവർ ഫ്രോക്ക് തയ്ക്കുക, സ്കേർട്ട് ഇടുന്നവർ സ്കേർട്ട് തയ്ക്കുക. നല്ല ഫ്രോക്കൊക്കെ തയ്ക്കാൻ നല്ല മെറ്റീരിയലാണ്. ലൈനിങ് ഇട്ടോ ഇട്ട് തയ്ക്കണം. കയ്യിലൊക്കെ എന്നിട്ട് ലൈനിങ് ഇല്ലാതെയൊക്കെ തയ്ക്കൂലേ, അങ്ങനെ തയ്ച്ചാൽ മതി. ഇതില്ലേ ബോട്ടിൽ ഗ്രീൻ നല്ല ഭംഗിയാണ് കേട്ടോ. നേവി ബ്ലൂ. ഇവിടെ നോക്ക് പീച്ച്. നാളെ ചിലപ്പോഴേ ഒരു പക്ഷേ നാളെ വീഡിയോ കാണും, അറിയത്തില്ല നാളെ അറിയത്തില്ല. അപ്പോൾ വീഡിയോ 200 രൂപ സാരിയുടെ ഭയങ്കര ചോദ്യക്കാരാട്ടോ. എനിക്കത് ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ അത് സ്റ്റോക്ക് ഞായറാഴ്ച ഉറപ്പ് പറയാം. നടക്കുമോ? നാളെ ഒരു ദിവസം കൊണ്ട് റെഡിയാക്കുവാണെങ്കിൽ ഞായറാഴ്ചത്തെ വീഡിയോയിലോ അല്ലെങ്കിൽ ഇടേ ദിവസം എപ്പോഴേലും കാണിക്കാം കേട്ടോ. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, എന്നാന്നറിയാവോ, ഇത് റീസെല്ലിങ്ങിനുള്ളവർ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അത് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് ഷോപ്പിലേക്ക് വരാവുന്നവർ വായോ. ഒരു ഇച്ചിരി ഡേറ്റ് ഡിസ്റ്റൻസ് ഇട്ട് വരണമെന്നേ ഉള്ളൂ, നമ്മൾ റെഡിയാക്കി തരാം. പക്ഷേ പറയാതെ ഓടിക്കറി വന്നു കഴിഞ്ഞാൽ നമ്മളതൊക്കെ സെറ്റ് ചെയ്തൊക്കെ ആക്കിയൊക്കെ എടുക്കണം. അപ്പോൾ വീണ്ടും പുതിയൊരു ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോയുടെ കാര്യത്തിലൊക്കെ ഭയങ്കര ഉഴപ്പാണെന്ന് എനിക്കറിയാം. ഞാൻ ഉഴപ്പാതെ പൂർവാധികം അതിശക്തിയോടെ തിരിച്ചു വരും. അതിനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓൺലൈനിൻ്റെ കാര്യത്തിൽ എല്ലാത്തിനും പക്ക ചെയ്യുന്ന സ്റ്റാഫ്സിനെ ആയിട്ടുണ്ട്, എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ടാറ്റാ.